മോളുടെ സൈക്കിളാണ് കേട്ടോ. കളയാൻ ഇഷ്ടമില്ലായിരുന്നു. ഇവിടെയും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫേൺസ് ആണ് കേട്ടോ. ഫേൺസിനാണ് ഇവിടെ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ശരിക്കും വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ചെടികൾ വെക്കണമെന്ന് വലിയ താല്പര്യമായിരുന്നു. അപ്പോഴേ ചെറിയ ചെടികളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ശരിക്കും പാലുകാച്ചായപ്പോഴത്തേക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാന്റ്സ് ഞങ്ങളുടെ കളക്ഷനിലുണ്ടായിരുന്നു. വീടിൻ്റെ ഉള്ള സ്പേസുകളിലെല്ലാം തന്നെ ചെടി വെച്ച് പിടിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ആദ്യമേ എയിം ചെയ്തിരുന്നത്. പക്ഷേ എന്നാൽ അത് വീടിനെ വല്ലാണ്ട് അങ്ങ് മൂടിപ്പോകുന്ന രീതിയിൽ പ്ലാന്റ്സ് വെക്കാനായിട്ടൊരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഫേൺ വെറൈറ്റീസ്. കുറേ ഫേൺ വെറൈറ്റീസ് ഉണ്ട്. മണി പ്ലാന്റ്, പോത്തോസ് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ കുറച്ച് ബൊഗൈൻവില്ലയുടെ കളക്ഷനുണ്ട്. അതുപോലെ തന്നെ ഹോയ പ്ലാന്റ്സിൻ്റെ കളക്ഷനുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഡെസേർട്ട് റോസ്, അഡീനിയത്തിൻ്റെ കുറേ പ്ലാന്റുകളുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ക്രീപ്പിംഗ് പ്ലാന്റ്സുകൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ മട്ടുപ്പാവിലും ഒക്കെ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ക്രീപ്പേഴ്സ് കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും പൂക്കുന്ന ചെടികൾ കുറവാണ്. കാരണം കൂടുതൽ പരിചരണം അതിനൊക്കെ ആവശ്യമുണ്ടല്ലോ. കൂടുതലും ഇലച്ചെടികളോടാണ് വയ്ക്കാനായിട്ട് താല്പര്യം. പിന്നെ ടെർമിനാലിയ വെറൈറ്റീസ്, നോർമലും വെരിഗേറ്റഡ് ടെർമിനാലിയ വെറൈറ്റീസും ഉണ്ട്. പിന്നെ ബാംബു കുറേ ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് വെറൈറ്റീസ് ഓഫ് ബാംബൂസ് ഇവിടെ കളക്ട് ചെയ്തു. കുറച്ച് ചെടികൾ ഞങ്ങൾ ടെറസിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ബാൽക്കണി ഏരിയയിലും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വന്നാൽ അതും കൂടെ കണ്ടിട്ട് പോകാം. ഇവിടെ ശരിക്കും നമ്മൾ ഇൻഡോർ ഗാർഡനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമില്ലാത്തതും എന്നാൽ ഈസി ആയിട്ട് വളരുന്നതുമായ കുറേ ചെടികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ മണി പ്ലാന്റ് വെറൈറ്റിയിലുള്ള, അതായത് പോത്തോസ് വെറൈറ്റിയിലുള്ള ചെടികളാണ് കൂടുതലായിട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ വെള്ളം ആവശ്യമില്ല, എന്നാൽ വെള്ളത്തിലും അത് വളരും. പിന്നെ സൂര്യപ്രകാശം താരതമ്യേന കൂടുതലായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യകതയൊന്നും ഈ ചെടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഒരു 10 വെറൈറ്റിയോളം പോത്തോസുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിലാഡെൻഡ്രോൺ വെറൈറ്റീസ്, അതുപോലുള്ള കുറച്ച് പ്ലാന്റുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൂര്യപ്രകാശം ഇവിടെ കിട്ടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻവയോൺമെൻറ്റിൽ വളരാൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇൻഡോർ പ്ലാന്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് മോൺസ്ട്ര ഡെലിക്കോസ. ഇത് ശരിക്കും വലിയ ലീഫുകളായിട്ടൊക്കെ വരും. എന്നാൽ അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളും വലിയ വേരുകളാണ്. ഇടയ്ക്ക് വേരുകളൊക്കെ ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട്, എന്നാൽ എല്ലാ വേരുകളും ട്രിം ചെയ്യാറില്ല. ഈ മോൺസ്ട്ര വെലിക്കോസയുടെ ഈ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്തിട്ടാണ് പുതിയ സാപ്ലിങ്സ് എല്ലാം ഉണ്ടാക്കാറുള്ളത്. ഇവിടെ കുറച്ച് ലിപ്സ്റ്റിക് പ്ലാന്റ്സുകളുടെ വെറൈറ്റീസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ കാസ്കേഡ് കൊടുത്തിട്ടുണ്ട്. ഈ റെയിലിങ്സിൽ നമുക്ക് പടർത്തിയിടാനായിട്ട് കുറച്ച് ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫിലാഡെൻഡ്രോൺ, പോത്തോസ്, ഇതൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വേസ്റ്റ് വന്ന തടികളിൽ നിന്ന് ചെയ്തൊരു സ്റ്റാൻഡാണിത്. ഏകദേശം 6-7 വർഷം പഴക്കമുണ്ട്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് അന്ന് ചെയ്തൊരു സ്റ്റാൻഡാണിത്. ഇതിനകത്തും ഡിഫറെൻറ്റ് പോത്തോസിൻ്റെ വെറൈറ്റീസാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും സൂര്യപ്രകാശം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം, ഇപ്പം ടെറസ് ഗാർഡൻ ആയതുകൊണ്ട് ഡെയിലി നമുക്കിവിടെ വെള്ളം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും 1-2 ദിവസം വീടിന് പുറത്തേക്ക് അല്ലെങ്കിൽ എല്ലാവരും പോകുമ്പം വെള്ളം ഒഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ അത്രത്തോളം ജലലഭ്യത ആവശ്യമുള്ള ചെടികളെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്തെ പോട്ട് വെച്ചേക്കുന്നത് എനിക്ക് പൊതുവേ വൈറ്റ് കളറിനോടും സെറാമിക്കിനോടുമാണ് താല്പര്യം. അതുകൊണ്ട് കൂടുതലും ആ ഒരു ഇവിടെ ഇൻഡോർ ഗാർഡനിങ്ങിൽ നമുക്ക് സെറാമിക് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം ഭൂരിഭാഗം ചെടികളും പ്ലാന്റ് പോട്ടുകളും വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ബ്ലാക്ക് കളേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രിങ്ങുകളൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കുറച്ച് സ്ട്രിങ്ങുകളും അതൊക്കെയാണ് ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ക്രാഫ്റ്റിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് കുറച്ച് സ്ട്രിങ്സൊക്കെ തനിയെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അതെല്ലാം ചെയ്തേ. കുറേ ഇതെല്ലാം സ്ട്രിങ്സ്, ഇതെല്ലാം മാക്രിമി വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അത് ഇതിനകത്തൂടെ കൊണ്ടുവന്നു. ഇത് കുഞ്ഞിൻ്റെ വോക്കറായിരുന്നു. ആ വോക്കറിനെ ഈ ഒരു രീതിയിലാക്കി എടുത്തതാണ്. വുഡൻ പ്ലാന്റേഴ്സൊക്കെ നമ്മൾ വീട് പണിയുടെ സമയത്ത് ബാക്കി കുറച്ച് തടികളൊക്കെ വരുമല്ലോ, അതിനൊന്നും കളയാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല.
അപ്പം ഇവിടെ തടിപ്പണി ചെയ്തവരൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അവരെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത ഡിസൈനിലൊക്കെ എനിക്ക് ഈ പ്ലാന്റേഴ്സൊക്കെ ചെയ്തു തന്നു. അതുകൊണ്ട് ഈ വീട് വെച്ചപ്പം ഇതിലെ എന്താ പറയുക, ഒന്നും കൂടുതൽ നഷ്ടപ്പെട്ടില്ല. അകത്തും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് എയർ കിട്ടും. അതുപോലെ തന്നെ ഒരു ഗ്രീനറി എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ തരുന്നത്. അപ്പോൾ അകത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടുതലും പോത്തോസ് വെറൈറ്റീസാണ്. അതുപോലെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഏരിയയിലെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഈ ഒരു മാവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം വീട് പണിയുടെ സമയത്ത് ഒരുപാട് സമയത്ത് ഈ ചെറിയ ഈ ഒരു മാവ് മുറിച്ച് കളയാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഭയങ്കര റിസ്ക് എടുത്താണ് ഇതിനെ ഇവിടെ ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചത്. ഒരുപക്ഷെ എന്നോളം പ്രായമുള്ള ഒരു മാവാണിത്. അന്ന് വളരെ ചെറുതായിരുന്നു. ഇത്രത്തോളം മാങ്ങയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഈ വീട് പണി നടക്കുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കുറച്ച് സ്ഥലം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി വരുമ്പോൾ ഇവർ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപക്ഷെ രാത്രിയിൽ ഉറക്കം ഒഴിഞ്ഞ് കട്ടകളൊക്കെ വരുമ്പോൾ ഈ ചെടിയെ, ഈ ഒരു മരത്തെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാവ് ബേസ് ചെയ്തിട്ടുണ്ടാണ് ബാക്കി ഗാർഡൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഒരു ഡെക്ക് ഏരിയ വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഡെക്ക് ഏരിയ കൊടുത്തു. പിന്നെ അവിടേക്ക് പോകാനായിട്ട് ഒരു പാത്വേ സെറ്റ് ചെയ്തു. ഈ പാത്വേയുടെ രണ്ട് സൈഡിലും സ്പൈഡർ പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും സ്പൈഡർ പ്ലാന്റ്സ് കൊടുത്തു. അപ്പോൾ എപ്പോഴും ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെടികൾ കൂട്ടമായിട്ട് നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇൻഡിവിജ്വൽ പ്ലാന്റ്സിനെക്കാട്ടിലുപരി ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് നിൽക്കുമ്പോൾ എപ്പോഴും ഒരു ഗാർഡൻ ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഒരു പാത്വേയുടെ രണ്ട് സൈഡിലും ഈ സ്പൈഡർ പ്ലാന്റ്സുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീട്ടിൽ കംപ്ലീറ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ചെടികളെന്നൊക്കെ പറയുന്നത് വളരെ മെയിൻ്റനൻസ് കുറവായിട്ടുള്ള ചെടികളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു വർക്കിംഗ് വിമൻ ആയതുകൊണ്ട് തന്നെ നോക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ കുറച്ച് പീസ് ലില്ലി വെറൈറ്റീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പീസ് ലില്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോകാൻ സാധ്യതയുള്ളൊരു ചെടിയാണ്. അതുകൊണ്ട് ഇവിടെ താരതമ്യേന സൂര്യപ്രകാശത്തിൻ്റെ അളവ്, ഡയറക്റ്റ് സൺലൈറ്റ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പീസ് ലില്ലി ഇവിടെ നന്നായിട്ട് വളരുന്നത്, നന്നായിട്ട് പൂവിടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ഫേൺസ് എന്ന് പറയുന്ന പന്നൽ ചെടികൾ. ഫേൺസിൻ്റെ കുറേ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. ഏകദേശം 4 to 5 feet വരെ വളരുന്ന ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. ഇതൊരു സിറാമിക് പോട്ടിലായിരുന്നു ഇരുന്നത്. ഇത് നന്നായിട്ട് വളരുന്നത് കൊണ്ട് സിറാമിക് പോട്ടിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് സോയിലിലേക്ക് ഡയറക്റ്റായിട്ട് ഇത് പോട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഹാവനിൽ ഇടയ്ക്കിടയ്ക്ക് ചില അതിഥികൾ വിരുന്നെത്താറുണ്ട്. കുറച്ച് കിളിക്കൂടുകളും പ്രകൃതിയുടെ തന്നെ കുറച്ച് സമ്മാനങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവിടെയും കുറച്ച് ഫോൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല തണലായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്തു. ഇവിടെയും ഹാങ്ങിങ് ഫേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇത് കോബ്ര ഫേൺ ആണ്. നല്ല ഭംഗിയാണ് കോബ്ര ഫേണിനെ കാണാനായിട്ട്. ഭയങ്കര തിക്കായിട്ടുള്ള നല്ല തിക്ക് ഗ്രീൻ കളറിൽ വരുന്ന കോബ്ര ഫേണുകൾ. ഇത് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇത് നമുക്ക് സോയിലിലേക്ക് ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാനായിട്ടും പറ്റും. ഈ രണ്ട് സൈഡിലും നന്ദ്യാർ വട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാത്വയുടെ രണ്ട് വശത്തും നന്ദ്യാർ വട്ടവും പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് സെറാമിക് പോട്ടിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് വശത്തും കുറച്ച് ഫ്രൂട്ട് ട്രീസ് വെച്ചിട്ടുണ്ട്. മാവ് അങ്ങനെ കുറച്ച് ഫ്രൂട്ട് ട്രീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്ലിമേറിയയുടെ 2-3 വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു നാച്ചുറൽ ഫീൽ വരാനായിട്ട് ഒരു കുഞ്ഞു കിളിക്കൂടും വെച്ചിട്ടുണ്ട് കേട്ടോ. സൺകൊനോറാണ്. ഈ ഭാഗമെല്ലാം ഫോൺസുകളാണ് കൊടുത്തേക്കുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫോൺസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലച്ചെടികൾ സീസണലായിട്ടുള്ളതല്ലല്ലോ. എല്ലാ കാലത്തും ഈ പച്ചപ്പ് നിലനിർത്താൻ നമുക്ക് പറ്റും. അതുപോലെ പരിചരണം താരതമ്യേന ഇതിന് കുറവാണ്. അത് എന്തോ ടൈം കുറവാണ്. അത് ശരിയാണ്. എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും അല്ലേ. കുടുംബത്തെ സ്നേഹിക്കണം, സമൂഹത്തിനോടുള്ള കടപ്പാടുകളുണ്ട്. അധ്യാപനം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനോടൊപ്പം എപ്പോഴും നമ്മുടെ പാഷനോട് നമുക്ക് കുറച്ച് ഒരു ഇൻറ്റിമസി വേണം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹാപ്പി ആവും.
എസ്പെഷ്യലി നമ്മൾ ഹാപ്പിയാവും, നമ്മൾ സന്തോഷമാണ്, നമ്മൾ എനർജറ്റിക് ആണെങ്കിൽ ആ ഒരു സന്തോഷം നമ്മളോട് ഇടപെടുന്നവരോട് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഫാമിലി ഹാപ്പിയാണ്, മക്കൾ ഹാപ്പിയാണ്, ഹസ്ബൻഡ് ഹാപ്പിയാണ്, ഫുൾ നമ്മൾ ഇടപെടുന്നവരോടെല്ലാം തന്നെ ഈ പോസിറ്റീവ് എനർജി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെയെല്ലാം ബിഗോണിയ പ്ലാന്റ്സിനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ വലിയ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് ഇവ നന്നായിട്ട് വളരുന്നുണ്ട്. ഇവിടെ ആയൂർ മാർത്തോമ കോളേജിൽ ബയോടെക്നോളജി വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ചെടി പരിപാലിക്കുക അല്ലെങ്കിൽ ചെടി കളക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു പാഷനായിരുന്നു ചെറിയ നാൾ മുതൽ തന്നെ. പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ ചെടികളുടെ ഇടയിൽ വരുമ്പം വല്ലാത്തൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഐഡിയാസ് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. യാതൊരു ദോഷവും ഇല്ലാത്ത ഒരു പാഷനാണല്ലോ ഗാർഡനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നതിനോടൊപ്പം അന്യം ചെന്ന പച്ചപ്പിനെ തിരിച്ചു പിടിക്കാനും അല്ലെങ്കിൽ ആ തരത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ കിട്ടുന്നത് വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഞാൻ രാസവള പ്രയോഗം വളരെ കുറവാണ്. അതുപോലെ തന്നെ കഴിവതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാറുണ്ട്. പ്രകൃതിയോട് ചേർന്ന് പോകാനായിട്ടാണ് ഒരു പരിധി വരെ, എന്നാൽ 100% ഒന്നും സക്സസ് ആവത്തില്ല കേട്ടോ, ഒരു പരിധി വരെ ശ്രമിക്കുന്നത്.